ചിത്ര നമ്പൂതിരിപ്പാട് HSSൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലാതാക്കി സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്ന അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഉദ്ഘാടന ചടങ്ങിനിടയിൽ പ്രതിഷേധമറിയിച്ച് ഒരു വിഭാഗം നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ഫുട്ബോളിന് പേര് കേട്ട മൂക്കുതലയിൽ വലിയ സെവൻസ് മത്സരങ്ങൾ പലതും നടന്നത് ഈ ഗ്രൗണ്ടിലായിരുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും ക്ലബ്ബുകളും മറ്റും പരിശീലനത്തിനായി സ്കൂൾ ഗ്രൗണ്ട് ഉപയോഗിക്കാറുണ്ട്. പ്രദേശത്തെ പ്രധാന ആശ്രയമായിരുന്ന മൈതാനം ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിരാശയിലാണ് ഫുട്ബോൾ പ്രേമികൾ. കളിക്കളം നവീകരണം എന്നതിന്റെ പേരിൽ സിന്തറ്റിക് ട്രാക്ക് എന്ന ആശയം P. ശ്രീരാമകൃഷ്ണൻ MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. എങ്കിലും പിന്നീട് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. 3 കോടി രൂപ ചിലവിലാണ് നിലവിൽ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ ഫുട്ബോൾ ടർഫ് എന്നായിരുന്നു നിർമ്മാണ സമയത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ടർഫിൽ ത്രോ ഇനങ്ങൾക്കുള്ള സംവിധാനം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് കോൺക്രീറ്റ് ഇട്ടതിനാൽ ഫുട്ബോളിന് അനുയോജ്യവുമല്ല. ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ് ഉദ്ഘാടനത്തിനിടയിൽ പ്രതിഷേധിക്കാൻ ഒരു വിഭാഗം നാട്ടുകാർ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും മന്ത്രി എത്തുന്നതിനാൽ പുറത്തുള്ളവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും കളിക്കാൻ കഴിയുന്ന തരം ഗ്രൗണ്ട് നവീകരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിലെ സിന്തറ്റിക് ട്രാക്കിന് ഏറെ പരിപാലനം ആവശ്യമായതിനാൽ പുറത്തുള്ളവർക്ക് ഗ്രൗണ്ടിൽ പ്രവേശിക്കാനും പരിശീലനം നടത്താനും സാധിക്കുന്നതല്ല. സ്കൂളിലെ ട്രാക്ക് മത്സര പരിശീലനം കഴിഞ്ഞാൽ ഗ്രൗണ്ട് അടച്ചിടുകയും ചെയ്യുകയാണ്. CNTV ചങ്ങരംകുളം.